നമസ്കാരം. ചാത്തന്നൂർ ജനതയുടെ തീരാശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയുടെയും ഇനി വരാനിരിക്കുന്ന തലമുറയുടെയും ഒരു മുറിപ്പാടായി മാറാൻ പോകുന്ന ചാത്തന്നൂർ തിരുമുക്കിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാതയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ അരങ്ങേറിയതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഈ വരുന്ന ആഗസ്റ്റ് 4-ാം തീയതി മുതൽ ഒരു ഐതിഹാസിക സമരത്തിന് ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അരങ്ങേറാൻ പോവുകയാണ്. ഈ ഐതിഹാസിക സമരത്തിന് എല്ലാ ജനങ്ങളുടെ പിന്തുണയും നമ്മുടെ നാടിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ആവശ്യകതയാണെന്നുള്ള ബോധ്യവും നിലനിർത്തിക്കൊണ്ട് ഇന്നലകളിൽ ഒരുപാട് സമര പരമ്പരകൾ ഈ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് വിവിധ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി ആളുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വികസന സമിതിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെ ചെയ്തു, ഇതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അറിയുവാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ വികസന സമിതി പ്രസിഡന്റ് രാജശേഖരൻ സാറിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചാത്തന്നൂർ തിരുമുക്കില് ഇപ്പോ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു അണ്ടർപാസേജാണ്. ഈ തിരുമുക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം വർക്കല ശിവഗിരിയിലേക്കായാലും പരവൂര്, പൂതക്കുളം, ചിറക്കര തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലേക്കായാലും ഒക്കെ യാത്ര ആരംഭിക്കുന്ന ഒരു പ്രവേശന കവാടമാണ് യഥാർത്ഥത്തിൽ തിരുമുക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ തീരദേശ ഹൈവേ വരാൻ പോവാ. തീരദേശ ഹൈവേ വരുമ്പം അതിലെ കണക്ട് ചെയ്യുന്ന ഒരു റോഡ് എന്ന് പറയുന്നത് തിരുമുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു ജംഗ്ഷനാണ് ചാത്തന്നൂർ തിരുമുക്ക്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് പണിയുമ്പോൾ സ്വാഭാവികമായും വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അണ്ടർ പാസേജ് ആണ് ഉണ്ടാകേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ DPR തയ്യാറാക്കിയപ്പോൾ ഇവിടുത്തെ പ്രദേശത്തെ ആളുകളുമായിട്ട് സംസാരിക്കുകയോ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയോ ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് പരിഗണിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ആ DPR തയ്യാറാക്കി ഒരു സ്മാൾ വെഹിക്കിൾ അണ്ടർ പാസേജ് അവർ പണിഞ്ഞിവിടെ വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട കാലം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ ഇടപെടൽ പ്രവർത്തനങ്ങൾ ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ NHAയുടെ ചെയർമാൻ, NHAയുടെ റീജിയണൽ ഓഫീസർ, അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ MP നേരിട്ട് കണ്ട് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അദ്ദേഹം ഇവിടെ നിന്നെല്ലാം കണ്ട് പരിശോധിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നമ്മൾ കൊടുത്ത നിവേദനം അദ്ദേഹം നേരിട്ടോടെ കൊടുക്കാൻ തയ്യാറായി. മറ്റ് വിവിധ പ്രസ്ഥാനങ്ങളും ഇതോടൊപ്പം നമ്മൾ നടത്തുന്നതോടൊപ്പം തന്നെ വിവിധ പ്രസ്ഥാനങ്ങളും ആളുകളും ഒക്കെ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് ഇതുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് ഇത് ഇന്നത്തെ തലമുറയെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്, അടുത്ത തലമുറയെ കൂടി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്നുള്ളത് കൊണ്ട് അവർ വളരെ ഗൗരവപൂർവ്വം ചാത്തന്നൂർ വികസന സമിതിക്കൊപ്പം മറ്റുള്ള ഒരുപാട് ആളുകളും സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്ട് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ഇതുമായി 2 ചർച്ചകൾ തന്നെ ചാത്തന്നൂർ വികസന സമിതിയുടെ സുഹൃത്തുക്കൾ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ ഈ ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും അത് പരിഗണിക്കാം, പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ മുന്നോട്ട് പോകുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ, അനുകൂല നടപടികളും സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറായിട്ടില്ല. ഈ ഒരു അവസരത്തിലാണ് ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 15-ാം തീയതി, ജൂലൈ മാസം 15-ാം തീയതി ചാത്തന്നൂരിലെ മുഴുവൻ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം പങ്കാളിത്തത്തോടു കൂടി വളരെ വിപുലമായ ഒരു ജനകീയ ധർണ ഇവിടെ സംഘടിപ്പിച്ചത്. അതിനെ തുടർന്നും നമ്മൾ ഈ പറയുന്ന മുഴുവൻ ദേശീയപാത അധികാരികൾക്കും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങൾ വീണ്ടും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ചാത്തന്നൂരിന്റെ മാത്രമല്ല, ഒരു വലിയ പ്രദേശത്തെ ആകെ ഒറ്റപ്പെടുത്തുന്ന, ഒരു വലിയ പ്രദേശത്തിന്റെ ആകെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന നിലയിൽ ദേശീയപാത അധികാരികൾ ഇത് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്നലകളിൽ നിരവധി സമരങ്ങൾ ഈ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ നിവാസികൾ നടത്തി കഴിഞ്ഞു. അതിന്റെ നേതൃത്വമെല്ലാം ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങൾ പല സാംസ്കാരിക സംഘടനകളും ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. എന്നാൽ ആഗസ്റ്റ് 4-ാം തീയതി മുതൽ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറുകയാണ്. ഈ വരാൻ പോകുന്ന ആഗസ്റ്റ് 4-ാം തീയതി മുതൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സമര പരമ്പരയ്ക്ക് ചാത്തന്നൂർ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ സമരത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സമരസമിതി കൺവീനർ നിസാർക്കായോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. വികസന സമിതി നടത്തി വന്ന സമരം
അപ്പൊ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒന്നാം ഘട്ട സമരത്തിൽ തന്നെ നമ്മൾ നടത്തിയ ഒരു മഹാധാരണയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തുകൊണ്ട് അവരെല്ലാം തന്നെ നമ്മോട് പറയുകയുണ്ടായി, തുടർ സമരം ആവശ്യമാണ്, ഈ പറയുന്ന വലിയ അടിപ്പാത ഇവിടെ വരുന്നതുവരെ സമരം ആവശ്യമാണ്, ഞങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നു എന്നവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പലതവണ സർവകക്ഷി യോഗങ്ങൾ കൂടുകയും ഈ വരുന്ന മാസം 4-ാം തീയതി മുതൽ ഇവിടെ ഒരു റിലേ സമരമായി കൊണ്ട് ആ സമര പരിപാടി ആരംഭിക്കാൻ തീരുമാനിച്ചു. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ ജനപ്രതിനിധികൾ ആദ്യ ദിവസം ഈ പറയുന്ന പാലം ഇവിടെ ആവശ്യമാണ്, ഇത് കൂടിയേ തീരുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരത്തിൽ ഏർപ്പെടുകയാണ്. തുടർന്നുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ സമര പരിപാടിയിൽ പങ്കെടുക്കും. അപ്പൊ ഈ സമരപരിപാടികൾ മാത്രം നടന്നു പോകുന്നത് കൊണ്ട് നമ്മുടെ ഈ പാലത്തിന് സാധുപ്രായമാകുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ സമീപിച്ചുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ സർക്കാർ ഓഫീസുകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇതിന്റെ കത്തുകൾ അയക്കുന്നതിനും ഇതെങ്ങനെ നടപ്പാക്കാമെന്നുള്ളതിനെ ആലോചിക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കരൂരിൽ നിന്നും കൊട്ടിയത്തു നിന്നും പ്രൈവറ്റ് ബസ്സുകൾ ചാത്തന്നൂരിലേക്ക് എത്തുക എന്നൊരു മുദ്രാവാക്യം കൂടി ഉയർത്തുന്നുണ്ട്. അപ്പൊ ആ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, കരൂരിൽ നിന്ന് വരുന്ന ബസ് ഇവിടെ നിന്നും പടിഞ്ഞാറേക്ക് തിരിയാൻ കഴിയില്ല. അത് 2-3 തവണ റിവേഴ്സ് എടുത്താൽ മാത്രമേ തിരിയാൻ കഴിയൂ. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിന് സ്ഥലം ഏറ്റെടുത്തപ്പോൾ, ഈ സർവീസ് റോഡ് പണിഞ്ഞപ്പോൾ ആ പറയുന്ന യൂട്ടേൺ ഉള്ള സ്ഥല സൗകര്യം ഇവിടെ ഇല്ല. അപ്പൊ ആ സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ വലിയ വാഹനങ്ങൾ അതിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നൊരു വസ്തു നിലനിൽക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ സമരത്തിൽ 2 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. അപ്പൊ ആ 2 മുദ്രാവാക്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളൊന്നാകെ ഏറ്റെടുക്കും. ആ സമര പരിപാടി തുറന്നു പോകും. അതിനോടൊപ്പം തന്നെ പല സാമൂഹ്യ പ്രവർത്തകരും ഇത്തരത്തിൽ ഈ ഒരു പാലം ഇവിടെ ആവശ്യമാണ്, കൂടിയേ തീരും എന്നുള്ള അർത്ഥത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. അത്തരത്തിൽ ഈ പാലത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന എല്ലാ സംഘടനകളെയും, എല്ലാ വ്യക്തികളെയും, എല്ലാവരെയും വികസന സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക.